ആയത്തുകളാണ് ഇതിനകം വിശദീകരിച്ചത്. 60-ാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ പാരായണ വ്യാകരണ നിയമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. ആ ആയത്തിലടങ്ങിയ ആശയങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്. ആയത്ത് ഒരിക്കൽ കൂടി കേൾക്കുക. أعوذ بالله من الشيطان الرجيم وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. മൂസ തന്റെ ജനതയ്ക്ക് വേണ്ടി കുടിക്കുവാൻ വെള്ളത്തിന് അപേക്ഷിച്ച സന്ദർഭവും ഓർക്കുക. അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടി കൊണ്ട് ആ പാറക്കല്ലിന് അടിക്കുക. അപ്പോൾ അതിൽ നിന്ന് 12 നീരുറവകൾ പൊട്ടിയൊഴുകി. എല്ലാ മനുഷ്യരും അവരവർ കുടിക്കേണ്ടുന്ന സ്ഥാനം അറിയുകയുണ്ടായി. അള്ളാഹുവിന്റെ വക ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുവിൻ. നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കുകയും അരുത് എന്നും പറയപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ അനുയായികളും ഫിറഔനിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ചെങ്കടൽ കടന്ന് സീനായിൽ കഴിച്ചുകൂട്ടുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. മന്നയും സെൽവയും നൽകിയതിനെക്കുറിച്ചും അതോടൊപ്പം മേഘത്തണലുകൾ നൽകിക്കൊണ്ട് അവർക്ക് കുളിർമ നൽകിയതിനെക്കുറിച്ചും അള്ളാഹു സൂചിപ്പിച്ചു. എന്നാൽ അവർക്ക് കുടിക്കുവാനുള്ള വെള്ളം പൊതുവിൽ മരുപ്രദേശമായ ആ ഭാഗങ്ങളിൽ ശുദ്ധജലം വളരെ പെട്ടെന്ന് ലഭിക്കുക എന്നത് പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം വളരെ അനിവാര്യമായ, അത്യാവശ്യമായ, കുടിക്കുവാൻ ആവശ്യമായ വെള്ളം അവർക്ക് ലഭിക്കുക പ്രയാസകരമായിരുന്നു. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ അവർക്ക് വേണ്ടി, ആ ജനതയ്ക്ക് വേണ്ടിയിട്ട് വെള്ളത്തിന് അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് വടികൊണ്ട് പാറക്കല്ലിന് അടിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു.
അപ്പോൾ അതിൽ നിന്ന് 12 നീരുറവകൾ പൊട്ടി ഒഴുകി എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാരമ്പര്യം നമുക്കറിയാം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലേക്കാണ് അത് പോകുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 12 മക്കൾ, ആ 12 മക്കൾ വിവിധ ഗോത്രങ്ങളായി മാറുകയും വിവിധ സമൂഹങ്ങളായി മാറുകയും ചെയ്തു. ആ ഗോത്രങ്ങൾക്കൊക്കെയും നേതാക്കളുണ്ടാവുകയും ഓരോ ഗോത്രങ്ങൾക്കും നേതൃത്വം നൽകുന്ന നേതാക്കൾ, ആ നേതാക്കളുടെ കീഴിൽ ഓരോ ഗോത്രവും അണിനിരക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഇതേ കാര്യം വിശുദ്ധ ഖുർആൻ മറ്റു ചില സന്ദർഭങ്ങളിൽ സൂറത്തുൽ മാഇദയിലും അതുപോലെ തന്നെ സൂറത്തുൽ അറാഫിലുമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായീല വബഅസ്നാ മിൻഹും 12 നഖീബ وقال الله إني معكم لئن أقمتم الصلاة وآتيتم الزكاة وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. سورة المائدة 12-ാമത്തെ ആയത്തിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിൽ നിന്ന് കരാർ വാങ്ങിയ കാര്യം പറയുകയും അവരിൽ നിന്ന് 12 നേതാക്കളെ നിയോഗിക്കുകയും ചെയ്തു, അയക്കുകയും ചെയ്തു എന്ന കാര്യം പറയുകയാണ്. അള്ളാഹു അവരോട് പറഞ്ഞത്, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ പ്രാർത്ഥന മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും അവരെ സഹായിക്കുകയും അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങളുടെ തിന്മകൾ നിങ്ങളിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയുകയും താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ അതിനുശേഷം നിങ്ങളിൽ നിന്ന് ആർ അവിശ്വസിച്ചുവോ അവൻ നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അവരിൽ നിന്ന് 12 നേതാക്കന്മാരെ നിയോഗിക്കുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് സൂറത്തുൽ അറാഫിലെ 160-ാമത്തെ വചനത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. وَقَطَّعْنَاهُمُ 12 أسباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينة قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. സൂറത്ത് അറാഫിലെ 160-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. وقطعناهم 12 أسباطا أمما. അവരെ നാം 12 ഗോത്രങ്ങളായി അഥവാ സമൂഹങ്ങളായി പിരിച്ചു. മൂസയോട് അദ്ദേഹത്തിന്റെ ജനത കുടിനീർ ആവശ്യപ്പെട്ട സമയത്ത് നിന്റെ വടികൊണ്ട് ആ പാറക്കല്ലിൽ അടിക്കൂ എന്ന് അദ്ദേഹത്തിന് നാം ബോധനം നൽകി. അപ്പോൾ അതിൽ നിന്ന് 12 നീർച്ചാലുകൾ പൊട്ടി ഒഴുകി. ഇവിടെ സൂറത്തുൽ ബഖറയിൽ ഫംഫജറത് മിൻഹു 12 ഐന എന്നാണ് പറഞ്ഞതെങ്കിൽ സൂറത്തുൽ അറാഫിൽ പറഞ്ഞത് ഫംബജസത് മിൻഹു 12 ഐന എന്നാണ്. ഫജറത്ത് എന്ന പദം ഇവിടെ ഇംബജസത്ത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഓരോ വിഭാഗക്കാരും തങ്ങൾക്ക് കുടിക്കാനുള്ള സ്ഥലം മനസ്സിലാക്കി നാം അവർക്ക് മേഘത്തണൽ നൽകുകയും മന്നായും കാടപ്പക്ഷികളും നാം ഇറക്കി കൊടുക്കുകയും ചെയ്തു.
നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് തിന്നുകൊള്ളുക എന്ന് നാം നിർദ്ദേശിക്കുകയും ചെയ്തു. അവരുടെ ധിക്കാര നിമിത്തം നമുക്ക് അവർ ഒരു ദ്രോഹവും വരുത്തിയിട്ടില്ല, എന്നാൽ അവർ ദ്രോഹം വരുത്തി വെച്ചിരുന്നത് അവർക്ക് തന്നെയാണ്. അപ്പോൾ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തും അതുപോലെ സൂറത്തുൽ അറാഫിലെ 160 ആയത്തുമൊക്കെ ഇതേ ആശയം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കല്ലിനെ അടിച്ചു എന്ന് പറയുമ്പോൾ മൂസ തന്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളത്തിന് അപേക്ഷിച്ച സന്ദർഭം എന്നാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടി കൊണ്ട് പാറക്കല്ലിനടിക്കുക. ആ പാറക്കല്ല് ഏതാണ് എന്ന കാര്യം ഏതായിരുന്നാലും അവരുടെ പക്കൽ അവർ സൂക്ഷിച്ചിരുന്ന ഒരു പാറക്കല്ല് തന്നെയായിരുന്നു എന്നാണ് പൊതുവിൽ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ബിഅസാക അൽ ഹജറ എന്ന് പറയാനുള്ള, ആ പാറക്കല്ലിന് അടിക്കുക എന്ന് പറയാനുള്ള കാരണം എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ധാരാളം വിവിധങ്ങളായ റിവായത്തുകളിലൂടെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടത് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നാലും അതിൽ വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ വന്നത് ഒരു പാറക്കല്ലിനെ അടിക്കുക എന്ന് തന്നെയാണ്. അത് പാറക്കല്ലെന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും വസ്തുവാണ് എന്നോ അല്ലെങ്കിൽ സൂചനാത്മകമായി പ്രയോഗിച്ചതാണ് എന്നോ ഒന്നും പറയാൻ സാധ്യമല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ അൽ ഹജർ എന്ന് പറഞ്ഞ് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കല്ലാണ് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. ഫംഫജറത്ത് മിൻഹു സനത അശറത ഐന, 12 നീരുറവകൾ പൊട്ടിയൊഴുകി. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും അവരവർ കുടിക്കേണ്ടുന്ന സ്ഥാനം അറിയുകയുണ്ടായി. ഓരോ ഗോത്രത്തിനും ഓരോ വിഭാഗത്തിനും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നീരുറവകൾ നിശ്ചയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ആ കിണറുകൾ അല്ലെങ്കിൽ ആ വെള്ളം പൊട്ടിപ്പുറപ്പെട്ട ആ ഉറവിടങ്ങൾ ഇന്നും സീനായിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യം. അതിൽ പലതും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ചിലതിൽ ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഈ ആ സ്ഥലം സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികളും മറ്റും രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ചെങ്കടൽ കടന്ന് സൂയസ് ഇന്ന് അറിയപ്പെടുന്ന സൂയസ് എന്ന പട്ടണത്തിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്ററുകൾക്കുള്ളിലാണ് ഈ സ്ഥലം എന്ന് പറയപ്പെടുന്നു. അവിടങ്ങളിൽ ഇപ്പോഴും ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ദേശസഞ്ചാരികൾ അവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നിന്ന് ആ ചരിത്ര സ്ഥലങ്ങളെ കാണുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യുക എന്നതിനപ്പുറം ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനുള്ള സന്ദേശം എന്താകുന്നു എന്ന കാര്യമാണ് കൂടുതൽ പരിശോധിക്കാനുള്ളത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ അനുഗ്രഹം, ആ പ്രദേശത്ത് മരുഭൂമിയായിട്ടുള്ള അല്ലെങ്കിൽ അധികം ജനവാസമില്ലാത്ത കുടിവെള്ളമില്ലാത്ത ഒരു പ്രദേശത്ത് ജീവിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് അല്ലാഹു അവർ അനുഗ്രഹിക്കുകയുണ്ടായി. എന്നാൽ വെള്ളത്തിനു വേണ്ടി അവരാവശ്യപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ ഫഖുൽന ദ്രിബ് ബിഅസാകൽ ഹജർ, ആ വടി കൊണ്ടടിക്കുവാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. മുമ്പൊരിക്കൽ ഇതുപോലെ ആ വടി നിലത്തിടുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് സർപ്പമായി മാറിയെങ്കിൽ പിന്നീടൊരിക്കൽ ചെങ്കടലിന് അടിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ സന്ദർഭത്തിൽ ചെങ്കടൽ 2 ഭാഗത്തേക്ക് അതിലെ വെള്ളം മാറിപ്പോവുകയും അതിൻ്റെ ഇടയിൽ ഉണങ്ങിയ ഒരു ഭൂമി പ്രത്യക്ഷപ്പെടുകയും അതിലൂടെ അവർ യാത്ര പോവുകയും ചെയ്തത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോൾ ആ സന്ദർഭത്തിൽ അല്ലാഹു അറിയിക്കുന്നത് വടി കൊണ്ട് അടിക്കുക എന്നാണ്. വടി കൊണ്ട് അടിച്ചാൽ എന്ത് സംഭവിക്കും
അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയില്ല. വടികൊണ്ടടിക്കാൻ പറഞ്ഞു, അദ്ദേഹം അടിച്ചു. ഫം ഫജറത്ത് മിൻ ഹുസ്നത അശറത ഐന, അപ്പോൾ അതിൽ നിന്ന് 12 നീരുറവുകൾ പൊട്ടി ഒഴുകി എന്നാണ് ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയിട്ടുള്ള മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ, വടിയിട്ടാൽ പാമ്പാകുന്നതും വടികൊണ്ട് നിലത്തടിച്ചാൽ അവിടുന്ന് വെള്ളം മാറിപ്പോകുന്നതും, അതുപോലെ വടികൊണ്ട് പാറക്കല്ലിനടിച്ചാൽ ഉറവുകൾ പൊട്ടിയൊഴുകുന്നതുമൊക്കെ പ്രവാചകന്മാരുടെ നിശ്ചയപ്രകാരം സംഭവിക്കുന്നതല്ല, അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം സംഭവിക്കുന്നതാണ്. മറ്റൊരു സന്ദർഭത്തിൽ അതുപോലെ ആ വടികൊണ്ട് മറ്റൊരു പാറക്കല്ലിനടിച്ചാൽ അവിടെ 12 ഉറവുകൾ പൊട്ടി ഒഴുകുകയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ സംഭവിക്കുകയില്ല. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമുള്ള ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് അവിടെ നടപ്പാക്കുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാതെ ഓരോ പ്രവാചകനും നൽകിയിട്ടുള്ള മുഅ്ജിസത്തുകളെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്ജിസത്തുകൾ യഥേഷ്ടം അവർക്ക് ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകമായ സംഭവങ്ങൾ സൃഷ്ടിക്കുവാനോ സാധ്യമല്ല എന്നുള്ളത് നമുക്കറിയാം. അതാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരുപാട് അത്ഭുത കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മക്കയിലുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചത്. ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഭൂമിയിൽ നദി ഒഴുക്കി തരുവാൻ, അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് ഗ്രന്ഥം ഇറക്കി കൊണ്ടുവരുവാൻ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞത്, ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, ഞാനൊരു മനുഷ്യനല്ലേ, ഞാനൊരു റസൂലായ ഒരു മനുഷ്യൻ മാത്രമല്ലേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് പ്രവാചകന്മാർക്ക് യഥേഷ്ടം ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം അവരും മനുഷ്യരാകുന്നു. മനുഷ്യർ എന്നുള്ള നിലക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ പ്രവാചകന്മാരായി അള്ളാഹു അവരെ ഉന്നതരാക്കിയിട്ടുണ്ട്. പ്രവാചകന്മാരായി തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ഉന്നതമായ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൈകളിലൂടെ അവരിലൂടെ ധാരാളം അത്ഭുത സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയമാകുന്നു. അതുകൊണ്ട് മുഅ്ജിസത്തിനെ കുറിച്ച് ഉള്ള ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അബദ്ധജടിലങ്ങളായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, ആ അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. പ്രവാചകന്മാർക്ക് യഥേഷ്ടം അവരുടെ മുഅ്ജിസത്തുകളിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നും, അതോടൊപ്പം തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ പോലും ആ മരണശേഷം പ്രവാചകന്മാർക്ക് മനുഷ്യരുടെ സഹായാർത്ഥനകളും അവരുടെ മനസ്സുകളിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും പ്രവാചകന്മാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന വിശ്വാസം വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ പിന്നിലുമുള്ളത് മുഅ്ജിസത്തുകളെ കുറിച്ചുള്ള ധാരണാ വിശകുകളാകുന്നു, തെറ്റിദ്ധാരണകളാകുന്നു. മുഅ്ജിസത്തുകൾ എന്ന് പറഞ്ഞാൽ ചിലർ മനസ്സിലാക്കിയത് ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ ജീവിച്ചിരുന്ന പ്രവാചകന് ആ മനുഷ്യരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ മരണശേഷവും അവർക്കതറിയാൻ സാധിക്കും, അതവരുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായി കൊണ്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്നാൽ മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൈകളിലൂടെ മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരെയും ജീവിപ്പിക്കുവാൻ ഈസാ നബിക്ക് സാധിക്കുമായിരുന്നില്ല. മറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ആ കാര്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അത് സംഭവിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള മുഅ്ജിസത്തുകളെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുദ്ദേശിക്കുന്ന സന്ദർഭങ്ങളിൽ അവനുദ്ദേശിക്കുന്ന പ്രവാചകന്മാരിലൂടെ അത് നടപ്പിൽ വരുത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് മുഅ്ജിസത്തുകൾ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഅ്ജിസത്തുകൾ യഥേഷ്ടം ഉപയോഗിക്കുവാനോ അതുപോലെ തന്നെ അതുവഴി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, ഒരു പ്രവാചകനിലൂടെ ഒരു അത്ഭുത കാര്യം അവർക്ക് നൽകപ്പെടുന്നു. എന്തുകൊണ്ട് അവർക്ക് അത്ഭുത കാര്യം നൽകപ്പെടുന്നു? ആ സമൂഹത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വെള്ളം, കുടിക്കുവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതുപോലെ തന്നെ ജീവിതത്തിന്റെ
അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ജലം അവർക്ക് നൽകുക എന്ന ഒരു പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 12 വിഭാഗങ്ങൾ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഈ 12 വിഭാഗങ്ങൾ എന്നതിനെ കുറിച്ച് അല്പം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ സംഭവത്തിൽ ഇവിടെ പരാമർശിക്കപ്പെട്ടുള്ള 12 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളെ കുറിച്ച് തന്നെയാണ്. ഒന്ന് യൂസഫ്, അതുപോലെ ബിന്യാമീൻ, അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുപോലെ ബിന്യാമീനും അതുപോലെ തന്നെ റുബൈൻ, യഹൂദ, ലാവി, ഷംഊൻ, അതുപോലെ തന്നെ സബൂലീൻ, യസാക്കിർ, ദാൻ, നഫ്താലി, ജാദ്, അഷീർ, ഇങ്ങനെയൊക്കെയാകുന്നു അവരുടെ പേരുകളായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇത്തരം പേരുകൾക്ക് യഥാർത്ഥത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അത്തരം പേരുകൾ പരാമർശിച്ചിട്ടുമില്ല. കാരണം ഖുർആനിന് ചരിത്രത്തോടുള്ള സമീപനം പേരുകളെ അല്ലെങ്കിൽ കൊല്ലങ്ങളെ വർഷങ്ങളെ കാണിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ സംഭവത്തിന്റെ പ്രാധാന്യം അറിയിക്കുകയും ആ സംഭവത്തിലൂടെ ജീവിക്കുന്ന സമൂഹത്തിന് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത് ആ കാര്യം അവരെ അറിയിക്കുകയും ചെയ്യുക. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ള ചരിത്രത്തോട് വിശുദ്ധ ഖുർആനുള്ള സമീപനം എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഓരോരുത്തർക്കും അവരവർ കുടിക്കേണ്ടുന്ന സ്ഥാനം അറിയിക്കുകയുണ്ടായി. കുലൂ വഷ്റബൂ മിൻ റിസ്ഖില്ലാഹ്, അള്ളാഹുവിന്റെ വക ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവിൻ. അപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ഭക്ഷണം, അള്ളാഹു അവർക്ക് നൽകിയ വെള്ളം, ആ വെള്ളത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കുക, നിങ്ങൾ തിന്നുകയും ചെയ്യുക. വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നാശകാരികളായിക്കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കുകയും ചെയ്യരുത് എന്ന് അള്ളാഹു അവരെ അറിയിച്ചു കൊടുക്കുകയാണ്. മഹാനായ അമാനി മൗലവിയുടെ ഈ ആയത്തിന്റെ വിശദീകരണം നമുക്ക് കേൾക്കാം. മരുഭൂവാസക്കാലത്ത് ഭക്ഷണത്തിനു വേണ്ടി മന്നായും സൽവായും ഇറക്കിക്കൊടുത്തതുപോലെ വെള്ളത്തിന്റെ ആവശ്യത്തിനായി അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത മഹത്തായ ഒരു അനുഗ്രഹവും അതോടൊപ്പം തന്നെ വമ്പിച്ച ഒരു അത്ഭുത ദൃഷ്ടാന്തവുമാണിത്. അവർക്ക് വെള്ളത്തിന് വിഷമം നേരിട്ടപ്പോൾ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ വടികൊണ്ട് ഒരു പാറക്കല്ലിനടിക്കുവാൻ അള്ളാഹു കൽപ്പിച്ചു. ഉടനെ അതിൽ നിന്ന് 12 നീരുറവുകൾ പൊട്ടിയൊഴുകി. ഇസ്രായേലിയർ 12 ഗോത്രങ്ങളായിരുന്നുവല്ലോ. തമ്മിൽ തിരക്കും വഴക്കും കൂടാതിരിക്കുവാൻ അള്ളാഹു ഓരോ ഗോത്രത്തിനും ഓരോ ഉറവ് പ്രത്യേകം ഒഴുക്കിക്കൊടുത്തു. ഓരോ ഗോത്രത്തിന്റേതും ഇന്നതാണെന്ന് പ്രത്യേകം നിർണയിക്കപ്പെടുകയും ചെയ്തു. ചെങ്കടലിന്റെ കിഴക്ക് ഭാഗത്ത് സൂയസ് പട്ടണത്തിൽ നിന്ന് അല്പം ദൂരെയായിരുന്നു അത്. 12 ഉറവുചാലുകൾ ഇന്നും വ്യക്തമായി കാണപ്പെടുന്നില്ലെങ്കിലും അവയിൽ ചിലത് ഇന്നും ഒഴുകി ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഒയൂന് മൂസ, മൂസായുടെ നീരുറവുകൾ എന്ന പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത്. ആ ജലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ അല്പമൊക്കെ ഈത്തപ്പന കൃഷിയും നിലവിലുണ്ട്. ദേശസഞ്ചാരികൾ ആ സ്ഥലം പോയി സന്ദർശിക്കുക പതിവാകുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വടിയിലൂടെ അദ്ദേഹത്തിന്റെ കൈക്ക് അള്ളാഹു വെളിപ്പെടുത്തിയ അമാനുഷിക ദൃഷ്ടാന്തങ്ങളിൽ ഒന്ന് തന്നെയാണിത്. ഫിർഔന്റെ മുമ്പിൽ മഹാസർപ്പമായി മാറിയ വടിയും സമുദ്രത്തിലടിച്ചപ്പോൾ അതിലെ വെള്ളം പിളർന്ന വടിയും അത് തന്നെ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം സംഭവിക്കും. അതിൽ ശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്കോ യുക്തിയുടെ അനുമാനത്തിനോ ഒന്നും പറയാനാവില്ല. ഇതാണ് അമാനി മൗലവി റഹിമഹുല്ല ഈ ആയത്തിന് നൽകിയിട്ടുള്ള വിശദീകരണമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ആയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ആയത്ത് വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സൂറത്തുകളിൽ ഇതേ രൂപത്തിലുള്ള ചരിത്രം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നാം എന്ത് മനസ്സിലാക്കണം? ഈ ആയത്തിൽ നിന്ന് നാം എന്ത് പഠിക്കണം? അള്ളാഹു പഠിപ്പിക്കുന്ന ഈ കാര്യം, ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുള്ളത്, ഇന്ന് നമ്മുടെ മുമ്പിൽ വെള്ളം എന്നത് സുലഭമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു. വെള്ളത്തിന് പ്രയാസം നേരിടുന്ന സന്ദർഭങ്ങൾ, എന്നാൽ ചില സന്ദർഭങ്ങളിൽ നാം അതും കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ നെട്ടോടമോടുന്നത് കാണുവാൻ സാധിക്കും.
ഇത്തരം ഒരു സന്ദർഭത്തിൽ വെള്ളം ലഭിക്കുക എന്നത് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജന്തുജാലങ്ങൾക്കും ആവശ്യമായി വരുന്നു എന്നത് നമുക്കറിയാം. ജീവിക്കുവാൻ വെള്ളമില്ലാതെ സാധിക്കുകയില്ല എന്നത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാകുന്നു നമ്മൾ. ഒന്നാലോചിച്ച് നോക്കുക, ദിവസേന ഇഷ്ടം പോലെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളാകുന്നു നമ്മൾ. വെള്ളത്തിന് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും നാം അനുഭവിക്കാറില്ല. എന്നാൽ ചില പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന് പണം നൽകേണ്ടതുണ്ട്. ആ പണം നൽകിയെങ്കിൽ മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഈ വെള്ളമൊന്ന് നിലച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ എന്ന് ചിന്തിക്കുക. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെ സഹായിക്കുവാൻ സാധ്യമല്ല. മനുഷ്യർ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ, വെള്ളത്തിന് ക്ഷാമം നേരിടുന്ന സന്ദർഭങ്ങളിൽ അവരെന്ത് ചെയ്യണം? അത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, മഴയ്ക്ക് വേണ്ടി പ്രത്യേകമായി നമസ്കരിക്കണം. അങ്ങനെ സ്വലാത്തുൽ ഇസ്തിസ്ഖാ അത് നടത്തിക്കൊണ്ട് വെള്ളത്തിന് അപേക്ഷിക്കുന്ന പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ നിർവഹിക്കണം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അത് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചത്. വെള്ളത്തിന് ക്ഷാമം നേരിട്ടു, വെള്ളത്തിന് ബുദ്ധിമുട്ടായി. ആ സന്ദർഭത്തിൽ അദ്ദേഹം എന്തു ചെയ്തു? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇതാ ഇവിടെ മുഴുവനും നശിച്ചു പോയിരിക്കുന്നു, എല്ലാവരും നശിച്ചു പോയിരിക്കുന്നു, വെള്ളമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, വെള്ളത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മിമ്പറിൽ വെച്ച് തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ വെള്ളം അള്ളാഹു ഇറക്കി കൊടുത്തു, ധാരാളം മഴ വർഷിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഖജനാവിലുള്ളതാകുന്നു ഈ ജലം എന്ന് പറയുന്നത്. അത് ഈ ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ അത് ആകാശത്ത് നിന്ന് മേഘങ്ങൾ രൂപപ്പെട്ട് അതിൻ്റെതായ രൂപത്തിൽ മഴയായി ഭൂമിയിൽ പതിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ, അതുപോലെ ജന്തുജാലങ്ങൾ, പക്ഷികൾ, പറവകൾ, അതുപോലെയുള്ള മറ്റു ജീവികൾ, എല്ലാ ജന്തുജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും ആ ജലം ലഭിച്ചില്ലെങ്കിൽ പ്രയാസമുണ്ടാകും എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ അവിടെ ഓരോ വിഭാഗത്തിൽ നിന്നും ഉള്ള ജന്തുജാലങ്ങളെ കൂടി ആ നമസ്കാരത്തിൽ പങ്കെടുപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത്. അങ്ങനെയാണ് അത്തരത്തിലുള്ള നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിട്ടുള്ള വലിയ വിശ്വാസം, വെള്ളം ലഭിക്കുവാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് പകരം മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകൾക്ക് മുമ്പിൽ കൊടിയെടുത്തുകൊണ്ട് അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന കാര്യങ്ങൾ അല്ലാത്തവരോട് ചോദിച്ച് ഒരു വലിയ തെറ്റ്, വലിയ ശിർക്ക് അത് ചെയ്യുന്ന രൂപത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത് എന്നാലോചിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹവും അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിം സമുദായവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. അവർ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആ പശുക്കുട്ടിയോട് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ രൂപത്തിലുള്ള മറ്റ് രൂപങ്ങളിലുള്ള കിടത്തപ്പെട്ട വിഗ്രഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖബറുകൾക്ക് മീതെ ഖബറുകളിലുള്ള ആളുകളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ആ രൂപത്തിൽ ആളുകൾ സഹായാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിനെ മനുഷ്യൻ വിസ്മരിക്കുന്നു. ഇവിടെയാണ് ഈ ചരിത്രം പ്രസക്തമാകുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണുണ്ടായത്. അതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കുടിക്കുവാനുള്ള വെള്ളത്തിന് അപേക്ഷിച്ച സന്ദർഭത്തെ ഓർക്കുക എന്ന് പറഞ്ഞത്. ആ സന്ദർഭത്തിൽ പ്രത്യേകമായ അനുഗ്രഹത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിന് വെള്ളം നൽകുകയുണ്ടായി. ഇങ്ങനെ അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുവാൻ ശ്രമിക്കുക. ഇതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യേണ്ടത്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, വായു, അതുപോലെ തന്നെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ, ഇതെല്ലാം ഓരോ നിമിഷങ്ങളിലും നാം ചിന്തിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലലും അലട്ടലുമില്ലാതെ പ്രയാസങ്ങളില്ലാതെ ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
ആ അള്ളാഹുവിനോട് എത്രമാത്രം നാം കടപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ സാധിക്കുകയില്ല. കാരണം അതിനു മാത്രം ഓരോ നിമിഷ നേരവും അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിനെ വാഴ്ത്തുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹുവിനെ അർപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾ അത് കൃത്യമായി അർപ്പിക്കുകയും അള്ളാഹുവിന് ഇഷ്ടകരമാകുന്ന പ്രവൃത്തികൾ ധാരാളം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുക. ഇതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസമാണ് നമ്മിൽ രൂപപ്പെടുത്തേണ്ടത്. യാന്ത്രികമായി കടന്നു വരുന്ന ആരാധനകളല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയോ ഉള്ള അധ്വാനമല്ല. നാം കിടക്കേണ്ടത് നമ്മുടെ ഖബറുകളിലാകുന്നു. നാം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതും ഓരോരുത്തരായിക്കൊണ്ട് തന്നെയാകുന്നു. അതുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം നാം ഓരോരുത്തർക്കും തന്നെയാണ്. മറ്റൊരാളും രക്ഷപ്പെടുത്തുവാൻ വരാത്ത ഒരു ദിവസമാകുന്നു അന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ദിവസത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കുക. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ, രോഗങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എനിക്കെൻ്റെ അള്ളാഹു ഉണ്ട്, അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അവിടെ സമർപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ എനിക്ക് ഖൈറായ ഒരു തീരുമാനമുണ്ടാക്കി തരും എന്ന വിശ്വാസത്തോടു കൂടി നാം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അനുയായികളുടെയും ഈ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുവാൻ, ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഉന്നതമായ വിശ്വാസത്തിന്റെയും ഉന്നതമായ ആദർശത്തിന്റെയും വക്താക്കളായി തീരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ തെറ്റുകളും കുറ്റങ്ങളും അത് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അബദ്ധവശാൽ സംഭവിക്കുന്ന സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ആ തെറ്റുകുറ്റങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുവാനുള്ള ഒരു തീരുമാനം നാം സ്വീകരിക്കുകയും അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈ തരത്തിലുള്ള നമ്മുടെ ഓരോ ശ്രമങ്ങളും ദീനിന്റെ മാർഗത്തിലുള്ള ശ്രമങ്ങൾ അള്ളാഹു ഓരോ സാലിഹായ കർമ്മങ്ങളായി അതവിടെ രേഖപ്പെടുത്തുമാറാവട്ടെ. നാം ഇപ്പോൾ പ്രവർത്തിച്ച, ഞാൻ നിങ്ങളോട് സംസാരിച്ചതും നിങ്ങൾ കേട്ടതും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാകുന്നു, വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങളാകുന്നു. അള്ളാഹുവിന്റെ വജ്ഹുദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ടുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും തന്നെ അല്ലാത്ത രൂപത്തിലേക്ക് പോവാതെ ഇതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. ഒരിക്കലും പ്രവർത്തിച്ച് നഷ്ടകാരികളായി പോകുന്ന കൂട്ടത്തിൽ, ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. بعث فئاتهم الكتاب والحكمة وإن كانوا من قبل في ضلال مبين وآخرين منهم لم